യാഥാർത്ഥ്യബോധത്തോടെ കണക്കാക്കി അത് കൈമാറുകയാണ് ചെയ്തത്. ഭവന നിർമ്മാണത്തിന് 4 ലക്ഷം രൂപ നൽകുന്നു. അതുമാത്രമല്ല, നിർമ്മാണ സാമഗ്രികൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തൊഴിലാളികളെ ലഭ്യമാക്കിയുമെല്ലാം ഭവന നിർമ്മാണത്തെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടതും ആലംബഹീനരുമായ ആളുകളെ കണ്ടെത്തി അവർക്കാണ് ആദ്യം വീടുകൾ നിർമ്മിച്ചു നൽകിയത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ളവർ, അഗതികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ, അവിവാഹിതരായ അമ്മമാർ, അപകടത്തിൽപ്പെട്ട് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ കഴിയാത്തവർ, വിധവകൾ, ഇവർക്കൊക്കെയായിരുന്നു മുൻഗണന. ഇപ്പോൾ 4,76,076 വീടുകൾ ഈ ലൈഫ് മിഷൻ വഴി പണി പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു. അത്രയും കുടുംബങ്ങൾ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. ഇത് അടുത്ത മാസത്തോടെ 5 ലക്ഷം പൂർത്തിയാക്കുകയാണ്. 1,24,471 വീടുകളാണ് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടത്തിലുള്ളത്. ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തലാണോ, അതല്ല എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങി സ്വകാര്യ മൂലധനത്തിന് വഴിമാറലാണോ ഒരു സർക്കാരിൻ്റെ കടമ എന്നത് ലോകത്താകെ പ്രസക്തമായ മൗലികമായ രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യത്തെ LDF അഭിസംബോധന ചെയ്തത് ലൈഫ് മിഷൻ പോലുള്ള സമഗ്രമായ ജനകീയ പദ്ധതികൾ വഴിയാണ്. മറ്റൊരു പ്രധാന കാര്യം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഇന്നു മുതൽ ആരംഭിക്കുന്നതാണ്. ഭാവി തലമുറയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പൂർണ്ണമായും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തെ കേവലമൊരു ഉപഭോക്തൃ സംസ്ഥാനമായി നിലനിർത്താതെ ലോകത്തിന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഉൽപ്പാദന കേന്ദ്രമായി മാറ്റാൻ നാം മുന്നിട്ടിറങ്ങുകയാണ്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തുല്യമായി എത്തുന്നുവെന്ന് ഉറപ്പുവരുത്താനാവണം. നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് ഓരോരുത്തരുടെയും അഭിപ്രായം പ്രധാനമാണ്. സ്വന്തം ജീവിത പരിസരത്തിനും ആഗ്രഹങ്ങൾക്കും അനുസൃതമായ ഭാവി പരിപാടിയും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. അവയാകെ കേൾക്കുക, ക്രോഡീകരിക്കുക, അതിനനുസൃതമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഏറ്റവും പ്രധാനമായ ഒന്നാണത്. ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ആശയങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പദ്ധതി
ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അവിടങ്ങളിൽ അനുയോജ്യമായ വികസനം എത്തിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ, അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ, ഇവയിലെല്ലാമുള്ള ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതക്കനുസരിച്ച് ലഭ്യമായോ ആ കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനും ഈ പദ്ധതി സഹായകമാകും. അതായത് സർക്കാർ ഭാവിയിൽ നടപ്പാക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള ഒരവസരമായിട്ടാണ് ഇത് മാറുക. നവകേരള സൃഷ്ടിക്ക് കരുത്തു പകരുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. ഈ പദ്ധതിയുമായി എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയുമാണ് ആമുഖമായി പറയാനുള്ളത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കടത്ത് ഇന്ന് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത് അങ്ങയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വളരെ കുറ്റകരമായി ഇടപെടുന്നു, അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പേരും പരാമർശിക്കുന്നു. മറ്റൊന്ന്, ഈ SITയിലെ 2 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പോലീസ് ആസ്ഥാനത്തെ 2 ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അനധികൃതമായി ഇടപെടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിരുന്ന ആക്ഷേപങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആക്ഷേപം ഉന്നയിക്കുക എന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ളവരുടെ അത്തരം പ്രതികരണങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണേണ്ടതും നേരത്തെ മുതൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തതയുള്ളതുമായ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ്. ഹൈക്കോടതി ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ അന്വേഷക സംഘം, ഈ SIT, നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതേവരെ വന്നിട്ടുള്ള കാര്യം. പ്രത്യേകമായ പരാതികളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ നിലക്ക് നടക്കട്ടെ. ഇത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നുമുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ്. അതിൻ്റെ ഭാഗമായി ഒരിടപെടലും നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റ് മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. ഇവിടെ അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അതിനെപ്പറ്റി പറഞ്ഞത്. അത് സോണിയാഗാന്ധിയും മറ്റ് 2 പേരും, പത്തനംതിട്ടയിൽ നിന്നുള്ള 2 പേര്, ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MP-യും, ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. പോറ്റി ഒരു ഭാഗത്ത്,
പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നേരത്തെ. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ളയാളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന്. അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത്? ഇതിനല്ലേ മറുപടി പറയേണ്ടത്? യഥാർത്ഥ പ്രശ്നം അതല്ലേ? എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്? അതിന് ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? ആരാണതിൽ അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. അതിന് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ, ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? എന്നാൽ പിന്നെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്ക്